തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകൾ വിധിയെഴുതിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോളിംഗ് പെർസെന്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. 70.98% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ എറണാകുളത്താണ് 73.96, ഒപ്പം ആലപ്പുഴ 73.32, പിന്നെ 70.33 കോട്ടയം, ഒപ്പം 66.35 പത്തനംതിട്ട, കൊല്ലത്ത് 69.8, തിരുവനന്തപുരം 66.53. ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ. ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ ഇടുക്കി എന്ന് പറഞ്ഞു, അല്ല എറണാകുളത്താണ് 73.96% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. 6:15 ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് ഇങ്ങനെ വിവരം ലഭിക്കുന്നത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എറണാകുളത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം കണ്ട സ്ഥലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷനിലൊക്കെയുള്ള മത്സരം അതിശക്തമായിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ഓരോരുത്തരുടെയും വിജയ പ്രതീക്ഷകൾ അത് കണക്കുകൂട്ടി തുടങ്ങിയിട്ടുണ്ടോ ബൂത്ത് ലെവൽ ഏജന്റുമാർ അടക്കം? ഒപ്പം എന്താണ് പോളിംഗ് പെർസെന്റേജിലെ ഒടുവിലത്തെ കണക്ക്? പ്രജിൻ, വോട്ടെടുപ്പ് ആരംഭിച്ച മുതൽ തന്നെ എറണാകുളത്ത് ശക്തമായ പോളിംഗ് ആണ് നടന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 73.48% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് എറണാകുളത്തെ സംബന്ധിച്ച് ജില്ലയിലെ ആകെ കണക്കുകൾ ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭ്യമായ കണക്ക്. പക്ഷേ ഇത് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ പോളിംഗ് ശതമാനം അത് കൂടാൻ തന്നെയാണ് സാധ്യത. അന്തിമ കണക്ക് വരുമ്പോൾ അത് 75 അല്ലെങ്കിൽ 76 എന്ന നിലയിലേക്ക് പോകും. കഴിഞ്ഞ വർഷം അത് 2020 അത് 75% പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ആ നിലയിൽ തന്നെ ആളുകൾ ഇക്കുറിയും വോട്ടെടുപ്പിനോട് പ്രതികരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ജില്ലയിലെ ആകെ സാഹചര്യം പരിശോധിച്ചാൽ കൊച്ചിൻ കോർപ്പറേഷൻ ആണെങ്കിൽ ഏതാണ്ട് 61.45% പോളിംഗ് രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. മറ്റൊരു കാര്യം, മുനിസിപ്പാലിറ്റി നഗരസഭകൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 79.46% പോളിംഗ് ആണ് മൂവാറ്റുപുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതാകട്ടെ ആലുവ നഗരസഭയിലാണ്. 70.9% ഇതുവരെയുള്ള കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് വാഴക്കുളത്താണ്. അത് 79.66% രേഖപ്പെടുത്തിയത്. എടപ്പള്ളിയാണ് ഏറ്റവും കുറവ് 71.14%. ഇങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വൈകാതെ അന്തിമ കണക്ക് വരുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ മാറ്റമുണ്ടാകും. കോർപ്പറേഷനിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതലത്തെ കണക്ക് പ്രകാരം വോട്ടിംഗ് ശതമാനം അല്പം കുറവാണ്. പക്ഷേ അന്തിമ കണക്ക് വരുമ്പോൾ 62% മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുന്നണികളൊക്കെ വലിയ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ആളുകൾ ഇക്കുറിയും ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലായി കിഴക്കമ്പലത്താണ് സംഘർഷമുണ്ടായത്. വാർത്ത റിപ്പോർട്ട് എത്തിയ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം ആളുകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ കൃത്യസമയത്ത് പോലീസ് ഇല്ലാതിരുന്നത് സ്ഥിതി വഷളാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം ആ സ്ഥിതികളൊക്കെ തന്നെ ശാന്തമായിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി ഗേൾസ് സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും നീണ്ട ക്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്കൊക്കെ തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗേറ്റ് അടച്ച് ഇനി കൂടുതൽ ആളുകൾക്കും തന്നെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഉള്ള ആളുകളോട് വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി വരികയാണ്. അതോടൊപ്പം തന്നെ മുന്നണികളൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് സൂചിപ്പിച്ചു. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ നിലയിലൊരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ അത് വിമതരെ ഒപ്പം നിർത്തി LDFന് ഭരിക്കാനൊരു സാഹചര്യം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ UDF അനുകൂല അന്തരീക്ഷമാണ് ഉണ്ടായത്. ഇക്കുറി കോർപ്പറേഷനിൽ തങ്ങൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതോടൊപ്പം തന്നെ LDF ആണെങ്കിൽ ഈ ഭരണം തുടരുമെന്നുള്ള സാഹചര്യം അന്തരീക്ഷം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണികളൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. പക്ഷേ എന്തായാലും അന്തിമ വിധി എന്താണെന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ അറിയാം. നെഞ്ചെടുപ്പോടെയാണ് മുന്നണികളൊക്കെ തന്നെ ഈ എറണാകുളത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ചില പ്രദേശങ്ങൾ, അതായത് ഇന്നിപ്പോൾ എളമക്കര, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിട്ടുണ്ട്. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ അതൊക്കെ പരിശോധിച്ച് അതിന്റെ നടപടികൾ സ്വീകരിച്ചു. ആലുവ കുന്നത്താട് പഞ്ചായത്തിലെ പിണർമുണ്ട ഡിവിഷനിലും ഇത്തരത്തിൽ വോട്ടെടുപ്പ് ഏറെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വോട്ടിംഗ് മെഷീനിലെ യന്ത്ര തകരാർ അത് പരിഹരിക്കാൻ സമയമെടുത്തു. അങ്ങനെ 2 മണിക്കൂറോളം അവിടെ വോട്ടെടുപ്പ് വൈകി. പറവൂരിലെ കേസരി കോളേജിൽ VD സതീശനും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലെ സെന്റ് പോൾസ് കോളേജിൽ P രാജീവ് കൂടാതെ ഹൈബ്രിഡ് MP എന്നിവരും വോട്ടിംഗ് രേഖപ്പെടുത്തി. നടൻ ദിലീപ്, സംവിധായകൻ ലാൽ, രഞ്ജി പണിക്കർ തുടങ്ങിയ ആളുകളും ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രമുഖരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. അതാണ് ഇപ്പോൾ ജില്ലയിലെ ആകെ സാഹചര്യം. എന്തായാലും 75% മുകളിൽ പോളിംഗ് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് സൂചിപ്പിക്കുന്നത്. അത് ഇരു മുന്നണികൾക്ക് സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്താണ് അന്തരീക്ഷം എന്ന് സംബന്ധിച്ചാണെങ്കിൽ അവരെല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ഈ കോർപ്പറേഷൻ ഭരണം തിരിച്ചുവിട്ടുമെന്ന് UDFും അതേസമയം തന്നെ ഭരണം നിലനിർത്തുമെന്ന ഒരു പ്രതികരണമാണ് LDF കേന്ദ്രങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു പ്രതികരണമായി അവർ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിലും വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം ജില്ലയിൽ 75% കടക്കും ആകെ പോളിംഗ് എന്നാണ് ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ കഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.